മലബാർ ഗോൾഡിന്റെ ഉദ്ഘാടനം കണ്ടാലോ? വന്നത് ബോളിവുഡ് നടൻ സോനു സൂദൊക്കെ ആയിരുന്നെങ്കിലും നമ്മള് മോളിവുഡ് ആരാധകരായിരുന്നു അവിടെ കൂടുതൽ. നമ്മൾ ആദ്യം പറഞ്ഞതാ വല്ല മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ മതിയെന്ന്. ദൃശ്യം 3 അങ്ങ് ഇറങ്ങട്ടെ, എന്നിട്ട് മനസ്സിലാക്കി കൊടുക്ക നോർത്ത് ഈസ്റ്റ് ഫുഡുകൾക്ക് മോഹൻലാൽ ആരാന്ന്. കടയിൽ മൊത്തം കുട്ടികളാണെങ്കിലും നമ്മളെ അട്രാക്ഷൻ മൊത്തം അവിടെ നെസ്കഫേന്റെ കോഫിയിലായിരുന്നു. നമ്മളെ ചെക്കൻ മാനേജർ ആയതുകൊണ്ട് കോഫിക്കും ബാക്കിക്കും ഒന്നും ഒരു കുറവില്ല. നമ്മളെ മലയാളികളെ ഷോപ്പിൽ ഉണ്ടാക്കിയത്ര ഓളം ബാക്കി നോർത്ത് ഈസ്റ്റുകാർ ഉണ്ടാക്കിയില്ല എന്നാണ് കേട്ട്. 4 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞ ഇനാഗ്രേഷൻ അങ്ങനെ തുടങ്ങാനായപ്പോ 5 മണി അയക്കുന്നത്. മാനേജറെ പിടിപാട് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സോനു സൂദിനെ കാണാൻ വേണ്ടി മുന്നിൽ തന്നെ പോയി നിന്ന്. അങ്ങനെ അവസാനം മൂപ്പരാക്കെത്തി. നമ്മള് വലിയ ബോളിവുഡ് ഫാനൊന്നും അല്ലാത്തതുകൊണ്ട് അമ്മക്ക് വലിയ വൗ ഫീലിംഗ് ഒന്നും ഇല്ലേനി. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ ഒച്ചപ്പാടും ബാളും അമ്മോ. സോനു സൂദിന്റെ ഒപ്പം ഫോട്ടോ കടിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് റിസാല് നമ്മളെ കൊണ്ടുപോയത്. പിന്നെ കോട്ടും സൂട്ടും ഇടാത്തോണ്ട് ഓനെ തന്നെ ആ പരിപാടിയിൽ കയറ്റാത്തോണ്ട് അമ്മക്ക് വലിയ വിഷമം തോന്നില്ല. അബൂക്ക് ഹോസ്പിറ്റലിൽ ലീവ് ചോദിച്ച തന്നെ സോനു സൂദിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പോവാണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. എടുത്ത സെൽഫി കാണണമെങ്കിൽ അബൂക്കാന്ന് 3 വട്ടം കമന്റ് ചെയ്താൽ മതി, DM-ൽ അയച്ചുതരാ. പിന്നെ സോനു സൂദിന്റെ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ മാനേജർ ചെക്കനാണ്. ഓൺലോണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വന്ന്. എല്ലാ മലയാളികളും കൂടിയപ്പോ അവിടെ ഒരു ജാഥക്കുള്ള ഒരാളെന്നെ ഉണ്ടായിരുന്നു. സ്വർണ്ണ ബിസ്ക്കറ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ച് പോയ നമ്മളെ ഓന് പേപ്പർ ബോട്ടിൽ. അപ്പൊ ഗുവാഹട്ടിയിലുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ എന്തായാലും പോകാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ ബൈ.